എബ്രഹാം ലിങ്കൺ ഒരിക്കൽ തന്നോട് എതിർപ്പുള്ള ഒരാളെക്കുറിച്ച് വളരെ പ്രശംസിച്ച് സംസാരിക്കുകയായിരുന്നു. സമീപമുണ്ടായിരുന്ന ഒരു യുവതി ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. ആകാംക്ഷയോടെ അവർ ചോദിച്ചു, മിസ്റ്റർ പ്രസിഡന്റ്, താങ്കളുടെ ശത്രുവിനെക്കുറിച്ച് താങ്കൾ വളരെ പുകഴ്ത്തി സംസാരിക്കുന്നല്ലോ. താങ്കളിപ്പോൾ അധികാരത്തിലാണ്, എന്തുകൊണ്ട് ശത്രുവിനെ അമർച്ച ചെയ്തുകൂടാ? പുഞ്ചിരിയോടെ ലിങ്കൺ പറഞ്ഞു, ശത്രുക്കളെ അമർച്ച ചെയ്യുവാൻ സമയം കളയുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിലാണ്. സുഹൃത്തുക്കളുടെ എണ്ണം കൂടുമ്പോൾ ശത്രുക്കളുടെ എണ്ണം സ്വാഭാവികമായും കുറയുമല്ലോ. ലിങ്കണെ പോലുള്ള വ്യക്തിത്വങ്ങൾ മഹാന്മാരുടെ പട്ടികയിൽ പെടുന്നത് ഇത്തരം മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ്. തങ്ങൾ ഏത് പദവിയിലിരുന്നാലും അവർ വിനയവും സ്നേഹവും കൈവിടുന്നില്ല. ഈ മഹനീയ ഗുണങ്ങൾ അവരെ ലോകത്തിന്റെ ദീപങ്ങളാക്കുന്നു. നമ്മുടെ ഉള്ളിലും ശത്രുതാ മനോഭാവം വളരുമ്പോൾ ഈ മഹത്തുക്കൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ഓർക്കാം. അപ്പോൾ നമുക്കും പതുക്കെ ഉയരങ്ങളിലേക്ക് കയറുവാനായേക്കും.